കള്ളർകോട് അപകടത്തിൽ മരിച്ച ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ വീട്ടിലെത്തിച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്കാണ് നടക്കുക. വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, വളരെ ദുഃഖമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് അവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ ദുഃഖകരമായിട്ട് വികാരനിർഭരമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ കൂടി തന്നെയാണ് കോട്ടയം മറ്റക്കരയിലെ ദേവനന്ദൻ്റെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ വീടാണ് ദേവനന്ദൻ്റെ അച്ഛൻ്റെ തറവാട് വീട്. ഇവിടേക്ക് ഏകദേശം ഒരു 2:30-3 മണിക്കും ഇടയിൽ ദേവനന്ദൻ്റെ മൃതദേഹം എത്തിക്കുകയുണ്ടായി. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ തന്നെയായിരുന്നു ദേവനന്ദൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചതും അത് ഏറ്റുവാങ്ങുന്നതുമൊക്കെ ആയിട്ടുള്ള ചടങ്ങുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ദേവനന്ദൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ നാട്ടിലെ സമീപവാസികളുമൊക്കെ തന്നെ ദേവനന്ദൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ആ സമയം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ വീട്ടിൽ ദേവനന്ദൻ്റെ മുത്തച്ഛനടക്കമുള്ള ബന്ധുക്കളായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് ദിവസമായിരുന്നു അവസാനമായിട്ട് ദേവനന്ദൻ ഈ വീട്ടിലേക്ക് എത്തിയത്. ദേവനന്ദൻ്റെ അച്ഛനും അമ്മയും മലപ്പുറം കോട്ടയ്ക്കലിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. അതുകൊണ്ട് അവരുടെ സൗകര്യാർത്ഥം കോട്ടയ്ക്കൽ ഭാഗത്തായിരുന്നു ദേവനന്ദൻ അടക്കം കുടുംബം താമസിച്ച് വന്നിരുന്നത്. കഴിഞ്ഞ ഓണാവധിക്കാണ് അവസാനമായിട്ട് ദേവനന്ദൻ മുത്തച്ഛൻ്റെ അടുത്തേക്ക് എത്തിയത്. അതിനുശേഷം അവധി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അടുത്ത ക്രിസ്മസ് അവധിക്ക് തീർച്ചയായിട്ടും മുത്തച്ഛൻ്റെ അടുത്ത് എത്താം എന്ന് വാക്ക് നൽകിയിട്ടായിരുന്നു ദേവനന്ദൻ ഇവിടെ നിന്നും പോയതെന്ന് മുത്തച്ഛൻ ഓർമ്മ പങ്കുവയ്ക്കുകയുണ്ടായി നമ്മളോട്. അച്ചു എന്നാണ് അവരെല്ലാവരും, ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ദേവനന്ദനെ വിളിച്ചിരുന്നത്. എന്തായാലും ക്രിസ്മസ് അവധിക്ക് എത്തുമെന്ന് പറഞ്ഞെങ്കിലും അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ചേതനയേറ്റ ശരീരമായിട്ട് ദേവനന്ദ് തറവാട്ട് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ വീട്ടുകാരെയും നാട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം അത് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള ഒരു കാഴ്ചയായിരുന്നു, ഒരു സന്ദർഭമായിരുന്നു അത് എന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവനന്ദൻ്റെ അച്ഛൻ ബിനുരാജ്, അദ്ദേഹം അവിടെ ഒരു UP സ്കൂൾ അധ്യാപകനാണ്. അമ്മ രഞ്ജി മോള് അവിടെ സെയിൽസ് ടാക്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥയായിട്ട് ജോലി ചെയ്യുകയാണ്. ഒപ്പം ഒരു മുതിർന്ന ജ്യേഷ്ഠൻ കൂടി ദേവനന്ദനുണ്ട്. ദേവദത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. പോണ്ടിച്ചേരിയിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ദേവനന്ദ് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ മെഡിക്കൽ പഠനത്തിനായിട്ട് ചേർന്നിട്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ വേർപാട് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അത്യന്തം ദുഃഖകരമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ കൂടി തന്നെയാണ്, അന്തരീക്ഷത്തിൽ കൂടി തന്നെയാണ് ദേവനന്ദൻ്റെ വീട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേവനന്ദൻ്റെ സുഹൃത്തുക്കളെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ദേവനന്ദനൊപ്പം പഠിച്ചിരുന്ന സഹപാഠികളാണിപ്പോൾ ദേവനന്ദനെ ഒരു നോക്ക് കാണുന്നതിനായിട്ട് വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം ദേവനന്ദൻ്റെ ബന്ധുക്കളും ഒപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരും അവിടെ മലപ്പുറം കോട്ടയ്ക്കലിലുള്ള ദേവനന്ദൻ്റെ സുഹൃത്തുക്കളും സമീപവാസികളും ഒക്കെ കോട്ടയം മറ്റക്കരയിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ദേവനന്ദനെ ഒരു നോക്ക് കണ്ടുകൊണ്ട് അവന് വിട നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ വന്നു ചേർക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കായിരിക്കും വീട്ടുവളപ്പിൽ തന്നെ ദേവനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിലുള്ളത്. ഉറ്റവർ അവരുടെ പ്രിയപ്പെട്ടവനെ കാണാൻ, അവസാന നോക്ക് കാണാൻ എത്തുന്ന കാഴ്ചയാണ്